कभी खुशहाल जिंदगी जी रहे केरल के वायनाड जिले के मुंडकई और चूरलमाला के लोगों के लिए अब इलाके में सिर्फ तबाही के निशान बचे हैं। भूस्खलन हादसे में बचे हुए लोग अब अपनों को खोने और सब कुछ गंवाने के सदमे से उबर रहे हैं। कुछ लोगों को सर्च टीमों की मदद के लिए तबाही वाली जगहों पर लाया गया है। ഇവിടെ വന്നിട്ട് നമ്മുടെ നാട് നമുക്ക് സ്വന്തമായിട്ട് കാണാൻ കഴിയുന്നില്ല ഒരവസ്ഥയിലാണ്. പിന്നെ ഇത് പൊട്ടുന്ന സമയത്ത് വീട്ടിൻ്റെ ഉള്ളിൽ ഞങ്ങൾ 4 പേരാണ് അന്നുണ്ടായത്. അങ്ങനെ കയറി ആ കാട്ടുകൂടെ കയറി ആ റിസോർട്ടിലേക്ക് അങ്ങോട്ട് പോകുമായിരുന്നു. പിന്നെയാണ് കൂക്കും വിളിയൊക്കെ കേൾക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഒന്ന് പോയിട്ട് രക്ഷിക്കാനോ ഒന്നിനും കഴിയില്ല. അപ്പോഴത്തേക്ക് മരം വെള്ളം എല്ലാം കൂടെ വന്നിട്ട് വീടിൻ്റെ മുന്നിൽ വന്നിട്ട് നിൽക്കുകയായിരുന്നു. എങ്ങനെ ഒരു സെക്കൻഡ് കൊണ്ടാണ് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പ്രായമായ അമ്മ ഉണ്ടായി, അവരൊക്കെ എടുത്തിട്ടാണ് ഓടിയത്. ആ പൊട്ടലുള്ള സമയത്ത് തന്നെ ഞങ്ങൾ ഓടിയായിരുന്നു. ഞങ്ങളുടെ പുറകെ വെള്ളവും. അപ്പം അങ്ങനെ ഓടി രക്ഷപ്പെട്ടു. താഴത്തുനിന്നൊക്കെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ആരും രക്ഷിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം അങ്ങ് ഇരുട്ടാണ്, നല്ല ശക്തമായ മഴയുണ്ട്, കാറ്റുമുണ്ട്. എല്ലാം തീർന്നു സാറേ, എല്ലാം തീർന്നു. പിന്നെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ഒരാളെങ്കിലും കണ്ടു കിട്ടാൻ പറ്റുമോ? അതാണ് നമ്മുടെ ഒരു മനസ്സിലുള്ളത്. जिंदा बचे ये लोग और पीड़ितों के रिश्तेदार उस बड़े सर्च ऑपरेशन का हिस्सा थे जो 30 जुलाई को वायनाड जिले में तबाही मचाने वाले भूस्खलन के बाद लापता लोगों को खोजने के लिए शुक्रवार को शुरू हुआ था। हर राहत कैंप से 4 सदस्यों को बचाव कर्मियों की मदद के लिए लाया गया ताकि वे उन जगहों की पहचान कर सके जहां उनके अपने लापता हो गए थे। ഇവിടെ വീട്ടിലൊക്കെ കുറേ പേരെ കിട്ടാണ്ട് ആരെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിൽ നമ്മളെ കൂട്ടുകാരും കുടുംബത്തെ ഈ വീട്ടിൽ നിന്നൊക്കെ വിഷ്ണുമായ എന്നൊക്കെ പയ്യനൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെ സഹപ്രവർത്തകരായിരുന്നു. ഞാൻ പാർട്ടിയിൽ അവരൊക്കെ കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് ഏതൊരു അവയം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അതങ്ങനെ ഒരു ഇതുണ്ട്. എത്ര മനോധൈര്യമുള്ളവരായാലും ഇവിടെ വന്നാൽ ഇപ്പം നമ്മൾ തന്നെ നമ്മളൊക്കെ അവിടെ എത്തിയാൽ ആ കുട്ടികളുടെ ഒച്ചയും പ്രായമായവർ ഇരിക്കുന്ന സ്ഥലമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അവർ അവിടെ എത്തുമ്പോൾ ഇപ്പറയുന്ന മനോധൈര്യം എത്രത്തോളം ഉണ്ടാവും എന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ അതുകൂടി ഉറപ്പ് വരുത്തണം. മറ്റു പ്രയാസങ്ങൾ അവർക്ക് ഉണ്ടാവരുത്. അതുകൂടി ഉറപ്പ് വരുത്തിക്കൊണ്ട് അവരെ കൊണ്ടുവരിക, അവരുടെ അഭിപ്രായം എടുക്കുക, അവരുടെ നിർദ്ദേശങ്ങൾ ഉണ്ടാവും. അത് വളരെ വിലയേറിയതായിട്ട് ഞങ്ങൾ കാണുന്നത്. അതുകൂടി എടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. हालांकि सर्च ऑपरेशन एक दिन चलने वाला था, लेकिन शनिवार को प्रधानमंत्री नरेंद्र मोदी के वायनाड दौरे के मद्देनजर इलाके को एसपीजी को सौंपने की जरूरत की वजह से इसे सुबह 11 बजे रोक दिया गया। अब ये रविवार को फिर से शुरू होगा। ताजा जानकारी के मुताबिक अब भी 131 लोग लापता हैं। കാണാതായവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. പ്ലസ് അൺഐഡന്റിഫൈഡ് ബോഡിയുണ്ട്. അപ്പോൾ അത് ഓരോ ദിവസവും അതിനനുസരിച്ച് കാണാതായവരുടെ സ്പെഷ്യൽ ബ്രാഞ്ചിന് വിവരം കൊടുത്ത് അന്വേഷണങ്ങളും മറ്റുമായി നടന്നു പോകുന്നുണ്ട്. ആ നിലയിൽ ഫൈനലായി തന്നെ ഓരോ ദിവസവും ഞങ്ങളത് അപ്ഡേറ്റ് ചെയ്ത് വരുന്നുണ്ട്. भूस्खलन हादसे से जूझ रहे मुंदकई और चूरलमाला इलाकों में सर्च ऑपरेशन 6 जोन में चलाया जा रहा है। केरल के मुख्यमंत्री पिनाराई विजयन ने गुरुवार को कहा कि लापता लोगों को खोजने के लिए उनके रिश्तेदारों को आखिरी कोशिश के तौर पर सर्च ऑपरेशन का हिस्सा बनाया जा रहा है, क्योंकि दूसरे सभी तरीके अपनाए जा चुके हैं। तबाही मचाने वाले भूस्खलन की वजह से मरने वालों की संख्या बढ़कर 226 हो गई है।